യൂറോപ്യൻ യൂണിയൻ എന്നത് സമാധാനവും സഹകരണവും ലക്ഷ്യമിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. 1951 ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി സ്ഥാപിച്ചു. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ സാമ്പത്തിക സഹകരണ സംരംഭമായിരുന്നു. 1957 ഈ രാജ്യങ്ങൾ റോമിൽ ഒപ്പുവെച്ച ഉടമ്പടിയിലൂടെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി (EEC) രൂപീകരിച്ചു. ഇത് പിന്നീട് യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാനമായി. 1973 ഡെൻമാർക്ക്, അയർലൻഡ്, UK തുടങ്ങിയ രാജ്യങ്ങൾ EECയിൽ ചേർന്നു. 1981 ഗ്രീസും അംഗത്വം നേടി. 1986 സ്പെയിൻ, പോർച്ചുഗൽ എന്നിവരും കൂടി ചേർന്നു. 1993 മാസ്ട്രിച്റ്റ് ഉടമ്പടി പ്രാബല്യത്തിൽ വരികയും ഇത് EECനെ യൂറോപ്യൻ യൂണിയനായി മാറ്റുകയും ചെയ്തു. 1995 ഓസ്ട്രിയ, ഫിൻലാൻഡ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളും കൂടി ചേർന്നു. പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം 2004 ചെക്ക് റിപ്പബ്ലിക്, എസ്റ്റോണിയ, ഹംഗറി, ലാത്വിയ, ലിത്വാനിയ, പോളണ്ട്, സ്ലോവാക്യ, സ്ലോവേനിയ, സിപ്രസ്, മാൾട്ട എന്ന രാജ്യങ്ങളും കൂടി ചേർന്നു. 2007 ബൾഗേറിയയും റൊമേനിയയും ചേർന്നത്. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം 2013 ക്രൊയേഷ്യയും അംഗത്വം നേടി. നമുക്കറിയാം UK 1973 ഈ സംഘത്തിൽ ചേർന്ന കാര്യം. പക്ഷെ വർഷങ്ങളായി യൂറോപ്യൻ യൂണിയന്റെ നിയന്ത്രണങ്ങൾക്കെതിരെ ചില വിഭാഗങ്ങൾ വിമർശനമുന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് 2016 ജൂൺ 23 നടന്ന റഫറണ്ടത്തിൽ 52% പേർ യൂറോപ്യൻ യൂണിയൻ വിടണം എന്നതിൽ ഒപ്പുവെച്ചു. അതിനുശേഷം 2020 ജനുവരി 31 UK ഒഫീഷ്യലായി യൂറോപ്യൻ യൂണിയൻ വിട്ടു. അതുവരെ 28 രാജ്യങ്ങളായിരുന്ന യൂറോപ്യൻ യൂണിയൻ UK പോയതോടുകൂടി 27 രാജ്യങ്ങളായി മാറി. ഇങ്ങനെ UK യൂറോപ്യൻ യൂണിയൻ വിട്ടുപോയ സംഭവത്തിനെയാണ് ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. ഇത് ബ്രിട്ടൻ എക്സിറ്റ് എന്നതിൻ്റെ ചുരുക്കമാണ്. ഇങ്ങനെ പുറത്തു പോകാനുണ്ടായ ഒരു സാഹചര്യത്തെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇനി യൂറോപ്യൻ യൂണിയൻ്റെ ചില പ്രധാന ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ, യൂറോപ്യൻ യൂണിയൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് യൂറോപ്പിൽ പല പതിറ്റാണ്ടുകളായി യുദ്ധമില്ലാതെ നിലനിൽക്കുന്നു എന്നതാണ്. അംഗരാജ്യങ്ങൾ തമ്മിൽ സഹകരണത്തിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുന്നു. രണ്ടാമത് സാമ്പത്തിക ലാഭമാണ്. യൂറോപ്യൻ യൂണിയൻ എന്ന സിംഗിൾ മാർക്കറ്റിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ചരക്കുകളും സേവനങ്ങളും നികുതി കൂടാതെ വിനിമയം നടത്താം എന്നതായിരുന്നു. മൂന്നാമത് യാത്രാ സൗകര്യമാണ്. യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് എല്ലായിടത്തും ജോലി ചെയ്യാനും താമസിക്കാനും അവസരമുണ്ട്. വിസയില്ലാതെ അംഗരാജ്യങ്ങൾക്കിടയിൽ യാത്ര ചെയ്യാനും സാധിക്കും എന്നത് മറ്റൊരു വസ്തുതയാണ്. നാലാമത് ശക്തമായ ഗ്ലോബൽ വോയിസ് ആണ്. ഒരു കൂട്ടായ്മയായി യൂറോപ്യൻ യൂണിയൻ അന്താരാഷ്ട്ര വേദികളിൽ ശക്തമായി സംസാരിക്കാനും കാലാവസ്ഥ മാറ്റം, വ്യാപാരം, മാനവാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കാനും സാധിച്ചു എന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ യൂറോപ്യൻ യൂണിയൻ കൂട്ടായ്മ വഴി അംഗരാജ്യങ്ങൾക്ക് ലഭിക്കുന്നത് നമുക്ക് കാണാം. ഒടുവിൽ പറയുകയാണെങ്കിൽ, യൂറോപ്യൻ യൂണിയൻ എന്ന കൂട്ടായ്മ എന്നത് യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്കും ഈ പറഞ്ഞ 27 അംഗരാജ്യങ്ങൾക്കും പലതരം നേട്ടങ്ങൾ നൽകുന്ന ഒരു വികസന മാതൃകയാണ്. സമാധാനം, സംയുക്ത വ്യാപാര ശക്തി, വിദ്യാഭ്യാസ അവസരങ്ങൾ, യാത്രാ സൗകര്യം, സംരക്ഷണം തുടങ്ങിയവയിലൂടെ യൂറോപ്പിലെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ഇതിൻ്റെ പരമമായ ലക്ഷ്യം.